നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് കോൺഗ്രസിലേക്ക് പോകാം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ടെല്ലാം മൂന്നുണ്ട്. ഒന്ന് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു ഉത്തരവാണ്. ഫ്ലക്സുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് ഫ്ലക്സിനെ കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഫ്ലക്സ് വയ്ക്കുക എല്ലായിടത്തും. ഇത് പ്രകൃതിക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന പ്രകൃതി പോട്ടെ, പിന്നെ പ്രകൃതിയെ നമ്മളാരും നോക്കുന്നില്ല. നമ്മൾ റോഡിൻ്റെ സുരക്ഷ, കാൽനടക്കാരുടെ സുരക്ഷ, വാഹനം ഓടിക്കുന്നൊരു സുരക്ഷ, ഈ തിരുവനന്തപുരം നഗരത്തിൽ ബ്ലോക്ക് കിട്ടാണ് അവർ സമ്മേളനം നടത്തിയത്. മെനിഞ്ഞാന്ന് പിന്നെ CPIയുടെ നേതൃത്വത്തിലുള്ള അവരുടെ പിന്നെ ജീവനക്കാരുടെ സംഘടന അവർ ബ്ലോക്ക് ചെയ്ത് സ്ഥിരം പരിപാടിയാണ്. അതിന് കൂടിയാണ് ഈ പറയുന്ന കൊടികളും തോരണങ്ങളും ഹോർഡിങ്സുകളും എടുത്ത് മാറ്റാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ്. അതിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഇത് സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന രാജിവെച്ച് പോകണം, നിങ്ങൾക്ക് പോലീസ് സുരക്ഷ വേണേൽ ചോദിക്കണം, ഇല്ല ഫൈൻ ഈടാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അവർ ചെയ്യും. സർക്കാർ ഉത്തരവിറക്കി. ഇടയ്ക്കിടയ്ക്ക് കോടതി നിലപാട് ശക്തമാക്കുമ്പോൾ പിന്നെ ഒരു പ്രഹസനമാണ് ഇവർ ഓടി വ്യത്യാസമുണ്ട്. ഈ ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഈ കേസ് എടുത്തിട്ട് കുറേ കാലമായി ആ ക്ലോസ് ചെയ്യാതെ ഓരോ ഓർഡർ കൊടുത്തോണ്ടിരിക്കുക. ഏറ്റവും അവസാനത്തെ ഈ ഓർഡറിൻ്റെ ഭാഗമായി സർക്കാരിനെ വിളിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സെക്രട്ടറി അവിടെ വന്നിട്ട് അതിന് മുമ്പ് തന്നെ ഉത്തരവിറക്കി. ഇതൊരു വലിയ ഒരു ബ്രേക്ക് ത്രൂ ആണ്. ആ ഉത്തരവെന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരോടും നഗരസഭാ സെക്രട്ടറിമാരോടും നിങ്ങളുടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്, ഇല്ല നിങ്ങളുടെ നിന്ന് കാശ് വരിക്കും സർക്കാർ ഉത്തരവിറക്കി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം സർക്കാർ ഉത്തരവിറക്കി. കോടതി ഇതിന് പിറകെ ഉള്ളത് കൊണ്ട് 5,000 രൂപ ഹോർഡിങ്സിന് പിഴ ഈടാക്കും. ഹോർഡിങ്സിന് നല്ല കുറവുകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പം ഇവർ കുത്തുവാളെടുക്കുന്നത് ഗംഭീര സ്റ്റെപ്പാണ്, അഭിനന്ദിക്കായിരിക്കും. ഒരുപാട് നേതാക്കന്മാർ നിലനിൽക്കുന്ന ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ലാട്ടോ പലരെയും സംബന്ധിച്ച്. അല്ല, അത് അവസാനിപ്പിക്കേണ്ട ആവശ്യമാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും ഇല്ല. നമ്മൾ കളിക്കൊള്ളാൻ ഞങ്ങൾ ചെന്ന് നോക്കട്ടെ, ഇല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചെലവ് കുറയും. ഇത് നടപ്പില്ല. അതെന്തായാലും അത് നമ്മൾ ഗംഭീരമായ വിലയാണെന്ന് കരുതി. ഞാൻ അത് കരുതി ഇത്രയും പൈസയാവും ഞാനും കരുതിയിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇത്തരത്തിലൊരു ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ അറിയണം ഇതിൻ്റെ ഭയങ്കരമായ തുക അതിനാവും. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ചിലവ് എത്ര അങ്കറിയാവും? 10 കോടി രൂപയാണ്. എനിക്കറിയാം. ഞാൻ ഒരു സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞ കുറേ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് അത്യാവശ്യം പറയലുണ്ടായിരുന്നു. അന്ന് ആ സ്ഥാനാർത്ഥി ജയിച്ചു, പിന്നീട് തോറ്റുപോയി. 10 കോടി രൂപയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ചെലവ്. അന്ന് 10 കോടി സ്ഥിതി എത്ര ആയിരിക്കും? ഇതാണ് ഇതിന് ചിലവെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ചിലവ് ഈ ഹോർഡിങ്സുകളും പോസ്റ്ററുകളും ബാനറുകളുമാണ്. ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ചിലവ് കുറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ശ്രദ്ധിച്ചിരുന്നു. സ്റ്റാലിൻ വന്നിട്ടുണ്ട്, രാത്രി 2 കൂടെ ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ടണലാണ്. പലരും പല നിർദ്ദേശം വെക്കുന്നുണ്ടെങ്കിലും പുതിയ ഡാം പണിച്ച് നടക്കില്ല. കാരണം പുതിയ ഡാം പണിയണമെന്നുണ്ടെങ്കിൽ പുതിയ ഡാം പണിയണമെങ്കിൽ ഒരുപാട് അകലെ പണിയാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പഴയ ഡാം പൊളിഞ്ഞു പോകും. ഒരുപാട് ഫോർമാലിറ്റീസ് കാണില്ല. അല്ല, ഇനി ഫോർമാലിറ്റീസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പുതിയ ഡാമിൻ്റെ ഈ പൈലിംഗ് അടക്കമുള്ള വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ അകലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഏക്കർ കണക്കിന് കാട് വീണ്ടും പോകും. കാരണം ഇതിൻ്റെ പിറകിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, കെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതിന് പറ്റിയ സൗകര്യമില്ല. പുതിയ ഡാം പണി അതിനുള്ള വഴി എന്ന് പറയുന്നത് നിലവിലുള്ള ഡാം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പണിയാന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഡാം പൊളിച്ചു കളയാൻ ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട്, കാരണം അവർക്ക് വെള്ളം പൊളിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതിരിക്കുന്നതാണ്, അവർ സമ്മതിക്കത്തില്ല. അതിനുള്ള പരിഹാരം പറഞ്ഞാൽ വെച്ചാൽ ഈ 100 മീറ്റർ താഴെ ടണലുണ്ടാക്കുക. ഇപ്പം തന്നെ 110 മീറ്ററിൽ നിന്നാണ് ടണലുണ്ടാക്കി ഇറച്ചിപ്പാലം വഴി വെള്ളം കൊണ്ടുവന്നത്. അപ്പം ഇത് ഒരു 50 മീറ്ററിലൊക്കെ താഴെ ഒരു ടണലുണ്ടാക്കിയാൽ ഈ സംഭരിച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇവിടെ പൊക്കം 50 മീറ്ററേ കാണത്തുള്ളൂ. അണക്കെട്ട് ഒരിക്കലും പൊളിയത്തുമില്ല. ആളുകൾക്ക് വെള്ളം. ഈ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് കേന്ദ്ര ജലമന്ത്രാലയം കത്തയച്ചിട്ടുണ്ട്. അത് ഈ വൈപ്പിനിൽ, നമ്മുടെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൽ മറ്റേ മുല്ലപ്പെരിയാർ ടണൽ സമര സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. മുല്ലപ്പെരിയാർ ഒരുപാട് സംഘടനകളുണ്ട്. ഈ ടണൽ സമരസമിതിയുടെ ഒരു ആവശ്യമാണ്. അവർക്കാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഗംഭീരമായിരിക്കുന്നു. മറ്റൊരു വാർത്ത കൂടി നമ്മൾ മെൻഷൻ ചെയ്തു പോകേണ്ടത്, അത് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനം, അന്തപ്പെട്ട ജിയോ ഇറങ്ങിയ വാർത്തയല്ലേ, അതാണ് പ്രധാനപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഭീകര പ്രസ്ഥാനമാണ്. ഞാനൊരു വനാതിർത്തിയിൽ വനാതിർത്തിയല്ല, എൻ്റെ വീട്ടിനടുത്തുനിന്നൊരു 2 കിലോമീറ്റർ, ഒരു 5 കിലോമീറ്ററെങ്കിലും വനമുണ്ട് അപ്പുറത്തേക്ക്. പക്ഷേ ഞങ്ങളൊരു മലയോരം താമസിക്കുന്നത്. ഞങ്ങളുടെ വീടും അങ്ങനെയാണ്, വനം കുറച്ച് ദൂരമാണ്. അപ്പോൾ ഈ
ഇവിടെ ഇപ്പോൾ തന്നെ വനം വകുപ്പിനെ കൊണ്ട് ശല്യമാണ്. അവർ കാട് സംരക്ഷിക്കാനും കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് നാട്ടിലെ മനുഷ്യരുടെ പുറത്ത് കയറുക എന്നുള്ളതാണ്. അത് അവരുടെ പണ്ട് പോലെ ശീലമാണ്. അപ്പോൾ ഈ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെ പശുവിനെ തീറ്റുന്നത്, പുല്ല് പറിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെറിയ വിറക് പറക്കുന്നതൊക്കെ നമുക്ക്. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾ കാട്ടിൽ കാലെടുത്ത് കുത്തിയാൽ 25,000 രൂപ പിഴയാണ്. ഇത് ഇവിടുത്തെ നിയമമാണ് മനസ്സിലാവുന്നത്. മീൻ പിടിച്ചാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ പമ്പയാറിലേക്ക് ഒഴുകുന്ന ഈ പുഴകളെല്ലാം തന്നെ കാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പമ്പയാറ്റ് മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ ആ ചെറിയ പുഴയെ നമ്മൾ പിടിക്കാറുണ്ട്, എല്ലാവരും മീൻ പിടിക്കാറുണ്ട്, പിടിച്ച പിഴയാണ്. ഇനി പോട്ടെ, അത് ഏറ്റവും വിചിത്രമായിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ഒരാളെ അയാൾ കാട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. നേരത്തെ കാട്ടിലാണെങ്കിൽ കാട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിലെ പ്രതിയാണെന്ന് സംശയം തോന്നിയാൽ, ഉദാഹരണത്തിന് ഒരു പന്നിയെ കൊന്നു എന്ന് കരുതുക, ആരെങ്കിലും ഒരു പന്നിയെ കൊന്നു, ആ പന്നി ഇയാൾ ഇവരുടെ ആണല്ലോ, സർക്കാരിൻ്റെതാണല്ലോ. അപ്പോൾ ഇവനായിരിക്കും കൊന്നേ എന്ന് തോന്നിയാൽ പിടിച്ചോണ്ട് പോകാം. അതിന് വാറണ്ട് വേണ്ട, FIR വേണ്ട, ഒന്നും വേണ്ട, പിടിച്ചോണ്ട് ഇയാൾക്ക് തോന്നിയാൽ മതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തോന്നിയാൽ പിടിച്ചോണ്ട് പോയി കസ്റ്റഡിയിൽ വയ്ക്കുകയും ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. ജീവിതത്തിൽ ഇങ്ങനെയൊരു നിയമപരിഷ്കാരം ഉണ്ടാവും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ദൂരം സുപ്രീം കോടതി ഉത്തരവുള്ള ഇതൊന്നും ബാധകമല്ല. ഇത് കോടതി ചലഞ്ച് ചെയ്യേണ്ടത് തന്നെയാണ്, ചലഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാതെ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, ഏത് തരത്തിൽ, അത് മാത്രമല്ല, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, വനവകുപ്പ് ഉദ്യോഗസ്ഥന് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തോന്നിയാൽ പിടിച്ചോണ്ട് പോകാം. അതിനും FIR വേണ്ട, മജിസ്ട്രേറ്റ് പെർമിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പലപ്പോഴും 120O എന്ന് പറഞ്ഞ കേരള പോലീസ് ആക്ട് നിയമമുണ്ട്, എല്ലാവർക്കെതിരെയും ചാർജ് ചെയ്യുന്ന നിയമമാണ്. അവസാനം അതിൻ്റെ നിയമം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ നിന്ന് അനുമതിയോടെ വന്ന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോടതി എപ്പോഴും അനുവാദം കൊടുക്കത്തില്ല, കണ്ണടച്ച് കൊടുക്കുന്ന മജിസ്ട്രേറ്റുമാരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട. അപ്പം ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ആന അല്ലെങ്കിൽ കടുവ, പോത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോത്ത് കയറിയിട്ട്, ഞങ്ങളുടെ വീട്ടിൽ കാട്ടുപന്നി ഒരു രക്ഷയില്ലാത്ത ശല്യമാണ്. കാട്ടുപന്നിയും കുരങ്ങും മയിലും എല്ലായിടത്തും ഉണ്ട്. അത് വീട് അവിടെ ആനയും കടുവയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതായത് വന്യമൃഗം ഞങ്ങളുടെ നാട്ടിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു കാട്ടുപോത്ത് പാഞ്ഞു ഒന്ന് കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കും, 2 പേരെ കുത്തിക്കൊന്നു ഒറ്റയടിക്ക്. അപ്പം ജനങ്ങൾ കൂടും. ഈ ജനങ്ങൾ കൂടിയുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണല്ലോ വരുന്നത്, ഇവരുമായിട്ട് ചില കശവശം ഉണ്ടാവും. അങ്ങനെ വന്ന് അപ്പം ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അതിന് മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണ്ട, FIR വേണ്ട, വനം വകുപ്പിനെ അറസ്റ്റ് ചെയ്യാം, വനം വകുപ്പിനെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് പുതിയ നിയമപരിഷ്കാരം. അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്നൊരു മിസ എന്ന് പറയുന്ന നിയമം ഉണ്ടായിരുന്നു, ആരെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാന്നുള്ളത്. അതിനെതിരെ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നവരാണ്. ആരാണ് ഈ കൊണ്ടുവന്നത്? ഇതാണ് സർക്കാർ, ഇതാണ് പിണറായി വിജയന്റെ ജനാധിപത്യ ബോധം. പ്രതിപക്ഷം പോലും ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുകയോ അറിയില്ല. മലയോര കർഷകന്റെ അവസ്ഥ കഷ്ടം. അവന് ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല, അവന് കൃഷി സാധനം കിട്ടുന്നില്ല, ഈ മുഴുവൻ കൊണ്ടും ഉള്ളതിന് വിലയില്ല. ഇപ്പം കൃഷി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു പാഷൻ. ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നത്, ഞാൻ എല്ലാ ദിവസവും കൃഷി ചെയ്യുന്ന ആൾ, അറിയാലോ. ഇപ്പം കൈ മഞ്ഞളിട്ടിരിക്കുന്നത് വിഷമുള്ള കുത്തിയതാണ്. അത് 4-5 ദിവസം ചെറുതായിട്ട് മുട്ടിയതേ ഉള്ളൂ, ചെറുതായിട്ട്. അപ്പം ഞാൻ ആ വിഷമുള്ള കട്ട് ചെയ്തെടുത്തപ്പോൾ ഞാൻ ഓർത്തു, ഇതെങ്ങാനും കൊണ്ടായിരുന്നു ഓർത്തെടുത്തപ്പോഴത്തേക്ക് ഇത് വലിച്ചപ്പോൾ സൈഡിൽ കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി. 3 ദിവസമായിട്ട് വേദന മാറുന്നില്ല. അങ്ങനെ ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃഷി ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. 1, എൻ്റെ എക്സസൈസാണ്, എൻ്റെ ആനന്ദമാണ്. 3, എനിക്ക് എൻ്റെ ചക്ക. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഞങ്ങൾ കപ്പ, നല്ല കപ്പയാണ്, നല്ല പച്ചക്കപ്പ, ചേമ്പ്, ചേന, കാച്ചില്, ചക്ക, ഈ ഫ്രൂട്ട്സ്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്, ഇതെല്ലാം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും ഈ വേർത്ത് പണിയും. ഇപ്പം ഇപ്പം നിലാവുള്ള ദിവസമാണ്. അപ്പം ഇന്നലെയൊക്കെ ഞാൻ നിലാവത്ത് ഞങ്ങൾ പണിതു 8 മണി വരെ. നല്ല രസകരമായി പണിതു. നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ജീവിക്കാൻ ജീവിതോപാധിയായി കൃഷിയാക്കപ്പെട്ടത് തീർന്നത്. അതിന് ജയിലിലും പോകേണ്ട ഒരു കണക്കിനാണ് ഇവർ പിടിച്ചോണ്ട് പോകും. ജയിലിൽ പോകേണ്ടി വരും. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അവിടെ ഒന്നും കാടില്ല, കാട്ടുമൃഗങ്ങളുമില്ല. കാരണം തിരുവനന്തപുരത്തായത് കാരണം. പക്ഷേ വേറൊന്നുണ്ട്, ഇവർ ചില നഗരങ്ങളിൽ ചെറിയ ഓരോ പേരിട്ട് ഓരോ വനങ്ങളെന്ന് പറഞ്ഞ ഓരോ തീർന്നു ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഏതെങ്കിലും വനമൊന്ന് പേരിട്ടിട്ടുണ്ട്, നമ്മൾ അവിടെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതും തീർന്നു. അപ്പോൾ എന്തായാലും ഇത്രയും ഈ വൃത്തികെട്ട ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. ഈ ചാണ്ടി ഉമ്മൻ വീണ്ടും ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിലെ KPC അംഗവും കോൺഗ്രസിൻ്റെ ഈ മാധ്യമ അവരുടെ വിഭാഗങ്ങളിൽപ്പെട്ട മാധ്യമ വക്താക്കളുടെ ഒരാളായിരുന്നു ജയസാഖിലിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതോ KPC പുറത്താക്കിയില്ല? KPC എന്നല്ല, ഈ ഈ വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലിൽ ഈ ചാണ്ടി ഉമ്മനെ ന്യായീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആരും പാർട്ടിയിൽ നിന്ന് പോകേണ്ട എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെന്ന്, അത് ലംഘിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പത്രവാർത്തകളാണ്, ഇതൊക്കെ ശരിയാണോന്ന് അറിയില്ല. മറ്റേ സരിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ
സരിൻ എന്തോ പണി ഒപ്പിച്ചിട്ട് മറ്റവർക്കെതിരെ അവസാനം സരിനായിരുന്നു കള്ളനെന്ന് പിന്നീട് തെളിഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കിതൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. പത്രവാർത്തകളൊന്നും പറയാൻ പറ്റുന്നത് ഓരോരുത്തർ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ അയാളുടെ ദൗത്യം തുടരുകയാണ്. അത് പിന്നെ വിനാശകാല വിപരീത ബുദ്ധിയാണ് നമ്മൾ പറയാൻ നിൽക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം ഇട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ശൗര്യത്തിനധികം അദ്ദേഹം തനിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഞാനും എൻ്റെ പിതാവിൻ്റെ സ്മരണകൾ മാത്രം തനിച്ചാണ് എന്ന് ഒരുപക്ഷെ വ്യംഗ്യന്തരാണ് സൂചിപ്പിക്കുന്ന ഒരു സംഗതി ആയിരിക്കും ആ ഫോട്ടോ. അല്ല, ഇങ്ങനെ പോയാൽ തനിച്ചാകും. കാരണം എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എല്ലാവരോടും ക്ഷമിച്ചിരുന്ന മനുഷ്യനാണ്, എല്ലാവരും ചേർത്ത് പിടിച്ചിരുന്ന മനുഷ്യൻ. പക്ഷേ ഇതെല്ലാവരും വെറുപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, അവിടുത്തെ പ്രാദേശികമായി ഈ ചാണ്ടിയമ്മനെതിരെയുള്ള വികാരം അതിശക്തമാണ്. അപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, സോണിയാഗാന്ധിയൊക്കെ വന്ന സമയത്ത് ഇയാൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇയാൾ ചാടിയ ഇതിൻ്റെ അകത്ത് കയറി. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നല്ലോ ആരൊക്കെയാണ്, VIP-കളാണ്. അപ്പം സോണിയാഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, ഖാർഗെ ഉണ്ട്, പിന്നെ സ്ഥാനാർത്ഥി അവർ പ്രിയങ്കല്ല സ്ഥാനാർത്ഥി. അപ്പോൾ ഈ പിരിമിതി ഉണ്ടായിരുന്ന കാരണം ഇയാൾ ചാടി കയറി. അവസാനം AP അനിൽകുമാർ അയാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് വേണു പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്നോടൊരാൾ പറഞ്ഞതാണ്. ചാടി ഉമ്മൻ അവർക്ക് കൃത്യ കണക്ക് കാണും. അപ്പോൾ എനിവേ ഞാൻ കണ്ടില്ല, ഒരാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാളെ വിധിക്ക് വിടുക. കാരണം അയാൾക്ക് എന്തോ കിളി പോയിരിക്കുവാണ്. അയാൾ സ്വയം പണി ചോദിച്ചു വാങ്ങിക്കോളും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുവാണ്. അയാൾ നാട്ടിൽ പുതുപ്പള്ളിക്കാർക്കൊക്കെ അപ്രിയനായമാർക്ക് ആർക്കും ഒരു നേതാക്കൾക്കും അയാൾ താല്പര്യമില്ലായിരിക്കുന്നു. അതിനുള്ള പരിഹാരം ഒന്നെങ്കിൽ അച്ചൂമ്മനെ കൊണ്ടുവരണം. അച്ചൂമ്മനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അവർ മറ്റേ ഓർത്തഡോക്സുകാരനാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന അബിൻ വർഗീസ്, മിടുക്കനാണ്, വൈസ് പ്രസിഡന്റാണ്, മിടുക്കനാണ് അബിൻ വർഗീസ്. അയാൾ അവിടെ ഓർത്തഡോക്സുകാരില്ല, എവിടെ ഈ മൂവാറ്റുപുഴ. അതുപോലെ യാക്കോബക്കാരുടെ കേന്ദ്രമാണ് ഓർത്തഡോക്സ്. അതുകൊണ്ട് ജീവിതകാലത്ത് അയാൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ പോകുന്നത്. കാരണം അവിടെ അവിടെ ആരുമില്ല, അവിടെ കംപ്ലീറ്റ് ഓർത്തഡോക്സുകാരാണ്, അല്ല യാക്കോബക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എങ്ങനെ കൊണ്ടുവന്ന് പുതുപ്പള്ളി മത്സരിപ്പിച്ചാൽ കൊള്ളാം. നല്ല മിടുക്കനാണ്. അച്ചുവാണ് ഏറ്റവും നല്ലത്. അച്ചുവിനെ മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വിദേശത്തൊക്കെ ഉയർന്ന നിലയിൽ മാത്രമല്ല ഈ നാണക്കേട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആ നാണക്കേടെ ബാക്കിയുള്ളതെന്ന് അവർക്കറിയാം, ബോധമുണ്ടല്ലോ. അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറയുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് എന്താണ് അത്തിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ ഉദാഹരണത്തിന് സ്ഥിരം പരിപാടിയാണ്. കോൺഗ്രസിന് എപ്പോഴെങ്കിലും ഒരു വിജയം ഉണ്ടായാൽ തൊട്ട് പറഞ്ഞ അടിയുണ്ടാവും. പിന്നെ എല്ലാവരും ഉന്മാദരാകും. നമ്മൾ ജയിച്ചു കഴിഞ്ഞു, നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ ഇനിയും നമ്മൾ ജയിക്കും, നമ്മളെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ പേര് അടുത്ത അടി ആരംഭിക്കും. ഈ കോൺഗ്രസ് നേതാക്കൾക്ക് മിക്കവർക്കും തന്നെ വ്യത്യസ്തമായ ചില കഴിവുകളുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ ഈ ഒരു ഇലക്ടറൽ നോളജ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. ഈ ചതുരംഗ കളത്തിൽ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനോ അത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ അത് മിടുക്കനാണ്. ഈ പ്ലാൻ അവതരിപ്പിക്കാൻ ഈവൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ സീറ്റ് നിർണ്ണയമൊക്കെ അങ്ങനെ എനിക്ക് അത്ഭുതം തോന്നിയത്, അവരുടെ മുമ്പിൽ ഒരു വിഷയം വന്നു. അവരുടെ മുമ്പിൽ പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ജയിക്കാനുള്ള സ്ഥാനാർത്ഥി ജയിച്ചാൽ ഇവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവിടുത്തെ ജയിച്ചിരുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ട് വടകര നിർത്തിയത് കൊണ്ടാണ്, ഷാബി പോയതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അതുകൊണ്ട് BJP-ക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തുന്ന ആക്ഷേപം ഉണ്ടാകും. അതുകൊണ്ട് അവർ മറ്റൊന്നും പരിഗണിക്കാതെ അവർ വിജയസാധ്യത മാത്രം പരിഗണിച്ചാണ് മനസ്സില്ലാ മനസ്സോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അയാളാണെങ്കിൽ 6 മുളയിൽ അടുത്ത തവണ ജയിക്കുമെന്ന് ഉറപ്പാക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം വീണ ജോർജിനാണ്. സർക്കാർ ബാധ്യത വലിയൊരു ബാധ്യത ഒഴിഞ്ഞ് കിട്ടിയില്ലേ. പിന്നെ ഉള്ളത് എന്തോ കടവൂർ അല്ല എന്താ ശിവദാസൻ നായരോ നേരത്തെ നമ്മുടെ MLA ആയിരുന്നു. അങ്ങേർക്ക് പ്രതീക്ഷയായി, വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കാമെന്നുള്ള പ്രതീക്ഷയായി. അപ്പം അങ്ങനെ ഇവരെടുത്ത ഡിസിഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവയെ കൊണ്ട് നമ്മളില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതാരുടെ ഐഡിയ ആണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത് എനിക്ക് പിടികിട്ടാത്തത്. അത് പ്രസക്തമാണ്. കാരണം KPCC പ്രസിഡന്റിനെ മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും പലരും അതും ഇതൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അതൊരു വളരെ ഒരു ചോദ്യമാണത്. പ്രതിപക്ഷ നേതാവ് എന്താണ് മിണ്ടാത്തത്? അതിൻ്റെ മൗന അനുഭവത്തോട് കൂടി തന്നെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് സംശയമാണ്. എനിക്ക് സതീശനോട് താല്പര്യമാണ്, ബഹുമാനമാണ്. സതീശൻ മിടുക്കനാണ്. ഭാവിയിൽ മുഖ്യമന്ത്രിയാകുന്നതിൽ പോലും തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ അതിനുവേണ്ടിയാണോ സതീശൻ ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നതെന്നൊരു ആശങ്ക എനിക്കില്ലായിരിക്കില്ല. കാരണം ഒന്ന് KPCC പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നം കാണാം. ഇവിടെ എന്തോ ഒരു മുൻഷിയോ ഈ പ്രിയരഞ്ജൻ ദാസ് മുൻഷി, അയാൾ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നപ്പോൾ കോമയിലായിരുന്നു എത്രയോ വർഷം, മാസങ്ങളല്ല വർഷങ്ങൾ. ആർക്കണം ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കുന്ന ഒരാൾ കോമയിൽ കിടക്കുമ്പോൾ അനുവദിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇനി മാത്രമല്ല ഈ വയലാർ രവിയൊക്കെ MP സ്ഥാനത്തിരിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ വയ്യത് അവസാനമായപ്പോൾ
ഒരു പ്രൊഫസർ NG രംഗ എന്ന് പറഞ്ഞാൽ 93 വയസ്സ് ഒരാൾ MP ആയിരുന്നിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നുള്ള കോൺഗ്രസ്സിൽ. അതെ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഈ KPCC പ്രസിഡന്റ് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് കരുതുക, നമുക്കറിയാം ഇവർ പറയുന്ന ആരോഗ്യ പ്രശ്നം തീർച്ചു. നമ്മൾ കാണുന്ന KPCC പ്രസിഡന്റ് നമ്മളൊരു ആരോഗ്യ പ്രശ്നം കഴിഞ്ഞ ആഴ്ചയും കണ്ണൂർ അവരെ പാർട്ടി ഓഫീസ് കത്തിച്ചപ്പോൾ അവിടെ നിന്ന് സുധാകരൻ പ്രതിഷേധിക്കുന്നുണ്ടല്ലേ? അതൊന്നും കുഴപ്പമുണ്ട്. എന്താ അങ്ങനെയാണ് പിണറായി വിജയൻ പണ്ടേ പണി നിർത്തി പോകണ്ടേ, നടക്കാൻ പോലും അയക്ക് പറയാം. സംസാരം നല്ലതാണ്. ചികിത്സാ ചെലവിന് 77 ലക്ഷം രൂപ വാങ്ങിച്ചാലും ഓരോ തവണയും വാങ്ങിക്കും. അപ്പോൾ ഈ സുധാകരൻ ജനങ്ങൾക്ക് ഇപ്പോഴും ആവേശം നൽകുന്ന, പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ ആവേശം നൽകുന്ന, എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രം വിഷമമുള്ളൂ. ഈ സുധാകരനെ പോലെ ഒരു നേതാവ് പണ്ടേ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയൊക്കെ, സുധാകരൻ പണ്ടേ മുഖ്യമന്ത്രി ആയിരുന്നു. ഇപ്പം ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പിണറായി ഒന്നും നിലം തൊടത്തില്ലായിരുന്നു. അല്ല, കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയതിൽ വലിയൊരു പങ്കുള്ള സുധാകരൻ തന്നെയാണ്. മാത്രമല്ല ഇവർ മനസ്സിലാക്കുന്ന മാതിരി ഈ പേടിച്ച് മാറി ഒതുങ്ങി ഓടുന്ന സമന്വയം അല്ല CPM-ന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ. തിരിച്ച് നേർക്ക് നിൽക്കുന്ന രാഷ്ട്രീയത്തിനെ വിലയുള്ളൂ. അപ്പോൾ സുധാകരൻ ഇപ്പോഴും നല്ല തൻ്റെ ഇടത്തോടു കൂടി പ്രസംഗം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആരോഗ്യം എന്നൊക്കെ ഇപ്പം നമുക്ക് പലർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഡോക്ടർ മുനീറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. അത് ഭയങ്കര ഫ്രാജയിലാണ്. അധികം പ്രായമൊന്നുമില്ല, കാഴ്ച നമുക്ക് ആരോഗ്യ പ്രശ്നം തോന്നില്ല. പക്ഷേ അദ്ദേഹം ഭയങ്കര ഫ്രാജയിലാണ്. അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുള്ളത് നമുക്ക് പിടിക്കേണ്ട സാഹചര്യം. അപ്പോൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നം പലർക്കും ഉണ്ടാവും. ശ്രീരാമകൃഷ്ണൻ അയാൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ. പുള്ളി ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അത് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞത് ശിവൻകുട്ടി, അതെ, അദ്ദേഹത്തിന് പാർക്കിൻസണാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്, ഇവരൊക്കെ ചികിത്സിക്കുന്നുണ്ട്. പക്ഷേ ഈ സുധാകരൻ നമ്മൾ കാണുന്നത് വെച്ച് KPCC പ്രസിഡന്റ് സുധാകരനെ ഇവർ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. മാത്രമല്ല സുധാകരൻ KPCC പ്രസിഡന്റ് അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ചിരുന്നു. ഒന്നും അവർ സമ്മതിച്ചില്ല. സെമി കേഡർ പാർട്ടി ആക്കും എന്നുള്ളതായിരുന്നു ഒരു കാര്യം. സുധാകരനെ പോലുള്ള തൻ്റെ സംബന്ധിച്ച് അത് ആക്കാനും പറ്റും. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ സ്റ്റേജിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ കയറിയിരിക്കുന്ന പരിപാടി നിർത്താൻ പറഞ്ഞു. നേതാക്കന്മാർ ആരൊക്കെന്ന് വെച്ചാൽ അവർ മാത്രം ഇരുന്നാൽ മതി. അതുപോലെ ഈ നേതാക്കന്മാർ ബൈറ്റ് കൊടുക്കുമ്പോൾ ചുറ്റും തലകയറ്റാൻ വേണ്ടി കോൺഗ്രസിലുള്ള ഇടിയുണ്ടല്ലോ, അതൊന്നും അനുവദിക്കുക. മുമ്പൊരിക്കൽ സുധാകരൻ ആരും ഇരട്ടി ഓടിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു TV-യിലൊക്കെ. പക്ഷേ എന്ത് പറ്റിയത്, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരില്ല അവരെ ബേസിക് നേച്ചർ വെച്ച് അവർ അംഗീകരിക്കും. അല്ല, മാത്രമല്ല ഒരു KPCC ലിസ്റ്റ് പുറത്തു വിടാനോ ഈ പുനഃസംഘടന പൂർത്തിയാക്കാനോ ഒന്നും സമ്മതിച്ചില്ല. ഇന്നും തർക്കം. അയാൾ KPCC പ്രസിഡന്റിന് അങ്ങേരുടെ ഇഷ്ടത്തിന് വിടണ്ടേ? ഇതിൻ്റെ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം മറ്റുള്ളവർ എന്തിനാണ് ഇടപെടുന്നത്? ഈ വഴി മൈക്കിന് വേണ്ടി പിടികൂടുന്നത്, ബലം പിടിക്കുന്നത്. പുതുപ്പള്ളി ഫലം വന്നതിന്റെ പലപ്പോഴും പാർട്ടിക്കാരും പറയുന്നത് KPCC പ്രസിഡന്റ് തന്നെയാണ്. അതായത് പാർട്ടി സെക്രട്ടറിയാണ്, CPM പാർട്ടി സെക്രട്ടറി പറയും. പ്രതിപക്ഷ നേതാവ് തീർച്ചയായും പത്രസമ്മേളനം നടത്തണം, ആ വേറെ കാര്യം. പക്ഷേ അത് ഈ രണ്ടുപേരുടെ പത്രസമ്മേളനത്തിൻ്റെ കാര്യമില്ല. ഇനി രണ്ടുപേരും നടത്തുന്നത് തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് തന്നെയാണ്. പാർട്ടിക്കാരും പറയുമ്പോൾ പ്രസിഡന്റിനാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇയാളെ മാറ്റുക എന്ന ഗൂഢാലോചനയോടുകൂടി നടക്കുന്ന ഒരു വല്ലാത്തൊരു സംഭവത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ട പത്രങ്ങളെല്ലാം വാർത്ത വരുന്നുണ്ട്. ഞാൻ ഈ കോൺഗ്രസ് സോഴ്സുകളൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഇവർ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ 2 തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. ഒന്ന്, കോൺഗ്രസിന് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് വേണം എന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത്. കോൺഗ്രസിന് ക്രിസ്ത്യാനികളില്ല. ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം അതിനകത്ത് തന്നെ കുഴപ്പമുണ്ട്. ആന്റണിയെ ഒരു ക്രിസ്ത്യാനിയായിട്ട് കരുതിയിട്ടില്ല. അദ്ദേഹം ജീവിതത്തിൽ പള്ളിയിൽ പോയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് കോഴിക്കോട്ട് ബിഷപ്പുമാരെ കാണാനെത്തി 70-കളിൽ. അന്ന് KPCC പ്രസിഡന്റ് ആന്റണി പോയില്ല. അതാണ് ആന്റണി ഒരു ക്രിസ്ത്യാനിയുടെ പ്രതിനിധി അല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആന്റണി ഒരു കാലത്തും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോവുകയോ പള്ളിയുമായി ബന്ധമുള്ള ആളല്ല. അതുകൊണ്ട് ആന്റണി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആന്റണിയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ആന്റണി നിലപാടുള്ള നേതാവ് തന്നെയാണ്. പലരും ആനെ ആധിക്ഷേപിക്കണം, അങ്ങനെയൊന്നും അല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പിൻവലിക്കണമെന്ന് ഇന്ദിരാഗാന്ധിയെ നിർത്തി അവിടെ സഞ്ജയ് ഗാന്ധി ഇരുത്തിക്കൊണ്ട് ഗുവാഹട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ തൻ്റെ ഇടം കാണിച്ച ആളായിരുന്നു ആന്റണി. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വളരെ ചെറിയൊരു വിഭാഗം, കേരളത്തിൽ 5-6 ലക്ഷം ആളുകളാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും ഉണ്ടാവുന്നത്. അതാണ് ഓർത്തഡോക്സ്. അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ 18% പിന്നെ ക്രിസ്ത്യാനികൾ പ്രതിനിധി പറയാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾ ഇവരാരും വിചാരിക്കുന്ന മാതിരി അവരുടെ ആൾക്കാർ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർക്ക് കരുണാകരനോട് അവർക്ക് ഇഷ്ടമായിരുന്നു. കരുണാകരനുമായിട്ട് മെത്രാൻ ആ ബിഷപ്പ് കുണ്ടുകുളം തൃശ്ശൂർ ജോസഫ് കുണ്ടുകുളം എത്ര കാലം അടുപ്പമായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ക്രിസ്ത്യാനിയുടെ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടണം, അവനെ അവഗണിക്കരുത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കറക്റ്റ് ഒരു ക്രിസ്ത്യാനി അങ്ങനൊന്നും ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല. അത്തരം അവസരം നിഷേധിക്കപ്പെടുന്നത്. PT ചാക്കോയായിരുന്നു അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് പലരും അദ്ദേഹത്തിന് 60 ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആക്കിയില്ല. അതാണ് PT ചാക്കോയായിരുന്നു. പിന്നീട് KM മാണി കേരള കോൺഗ്രസ് ആയിപ്പോയി, അല്ലെങ്കിൽ മാണിക്ക് സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി സ്റ്റേച്ചറിലാകാൻ പറ്റിയ ഒരാള് ഉമ്മൻചാണ്ടിയായി, അല്ലാതെ ഒരാളില്ല. വഴിയെ പോകും. അത് തന്നെയാണ് KPCC പ്രസിഡന്റ് അവസ്ഥയും. ഇപ്പൊ ക്രിസ്ത്യാനി ആയതുകൊണ്ട് റോജി M. ജോണിനെ ആക്കാം,
ഡീൻ കുര്യാക്കോസിനെ ആക്കാന്നൊക്കെ വാർത്ത. എനിക്ക് രണ്ടുപേരോടും പരിചയമുള്ള ആളാണ്. ഡീൻ പാവത്താനാണ്, പക്ഷെ KPCC പ്രസിഡന്റ് ആകാൻ യോഗ്യതയുണ്ടോ? അല്ല, ഇവർ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരെ പിടിച്ചിരുത്തിയിട്ട് റിമോട്ട് കൺട്രോൾ ആയിട്ട് ഇവർ പുറത്തു നിന്നുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ള പരിപാടി ആയിരിക്കാനാണ്. അപ്പം ഞാൻ കുഴൽനാടനോട് ചോദിച്ചു, ഇപ്പോൾ ആരാണ് കുഴൽനാടൻ? ഇന്നത് ഇങ്ങനെ പിള്ളേരെ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ആൾ കുഴൽനാടനോ ഷാഫിയോ ആണ്. നമ്മൾ കുട്ടികൾ വെക്കുകയാണെങ്കിൽ, അതായത് തലമുറ മാറ്റമാണ് ഇവർ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവരെല്ലാ കാട്ടിലും നല്ലത് മാത്യു കുഴൽനാടനോ ഷാഫി പറമ്പിലാണ്. പക്ഷേ അപ്പോൾ പോലും ഞാൻ കുഴൽനാടനോട് ചോദിച്ചു, കുഴൽനാടൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സ്നേഹിത, ഇങ്ങനെ ഒരു നമുക്കൊന്നും ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള പക്വതയായിട്ട് കുഴൽനാടൻ എന്നോട് MLA സമയമാണ്. അത് MLA എന്നുള്ള നിലയിൽ പരമാവധി തിളങ്ങാനുള്ളതായിരിക്കും. ചെറുപ്പക്കാർ എന്താ ചെയ്യേണ്ടത്? ചെറുപ്പക്കാർ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇടപെടുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഇനി ഉള്ള കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പറ്റും. നമ്മുടെ പഴയകാല നേതാക്കളുടെ പലരുടെയും പ്രശ്നം അവർക്ക് ഇതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. അറിയില്ല. കയ്യിൽ 1.5 ലക്ഷം രൂപ ഫോണായിരിക്കും, ഐഫോൺ ആയിരിക്കും, പക്ഷേ എന്താ സാധനം അവർക്കറിയില്ല. അല്ല, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് അത്. ഇവർക്ക് പലർക്കും അംഗീകരിക്കത്തില്ല. ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവരെ പരിഹസിച്ചാണ് ഇപ്പോഴും പഴയ തലമുറ കാണിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. ഇപ്പം തെരുവ് കവലയോഗങ്ങളില്ലല്ലോ. നമ്മൾ കൊണ്ട് കണിയാമൻ രാമേന്ദ്രൻ്റെ അല്ലെങ്കിൽ പീതാംബര കുറുപ്പിൻ്റെ പ്രസംഗമൊക്കെ ആൾ കൂടുമായിരുന്നല്ലോ. ഇന്ന് അവർ 3 മണിക്കൂർ പ്രസംഗം ആരും കേട്ടോണ്ടിരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, അതുകൊണ്ട് ഇവർ ഈ ചെറുപ്പക്കാരെ ഇവർ കുറേ സീറ്റൊക്കെ കൊടുത്ത് ഈ ലെവലിലേക്ക് പോകും. ഇപ്പോൾ മാത്യു കുഴൽനാടനും ഷാഫിക്കും പോലും KPCC പ്രസിഡന്റാണ് യോഗ്യതയില്ല. അപ്പോഴാണ് എന്തുവാണ് അങ്കമാലി റോജി എം ജോൺ, സണ്ണി ജോസഫ്, നമ്മുടെ പേരാവൂർ. അത് വേറെയാ. സണ്ണി ജോസഫിനെയും ആൻഡ്രോയും വേറൊരു പാക്കേജിന്റെ പുറത്തോട്ട് കൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവര് ആദ്യം പറഞ്ഞിരുന്നത് റോജി എം ജോണ്, ഡീന്, കുഴൽനാടൻ, ഇവരൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ 2 ക്രിസ്ത്യാനി അവർ തപ്പിപ്പിടിച്ചു. ഇച്ചിരി സീനിയർ 2 ക്രിസ്ത്യാനിയുണ്ട്. ഒന്ന് സണ്ണി ജോസഫ്, 2 ആൻഡോ ആന്റണി. എനിക്ക് പിടികിട്ടാത്ത വാഴക്കൻ എന്തുകൊണ്ട് മിസ്സായതാണ്. വാഴക്കൻ രാമപുരത്ത് പാലക്കാരൻ കത്തോലിക്കനാണ്, രാമപുരംകാരനാണ്, 1-ാം തരം കത്തോലിക്കൻ, കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന, എനിക്കറിയാം എല്ലാ ഞായറാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോകുന്ന, പള്ളിയായിട്ട് ബന്ധമുള്ള ആളാണ് സണ്ണി ജോസഫ്. അപ്പൊ സണ്ണി ജോസഫിനെയും ആൻഡോയും പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെക്കാൾ പരിഗണിക്കേണ്ട വാഴക്കൻ. സംസ്ഥാന പ്രസിഡന്റ് ആളാണ്, സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, നാഷണൽ ലെവലിൽ ബന്ധമുള്ള ആളാണ്. അപ്പം ആൻഡോയെക്കാട്ടിലും സണ്ണി ജോസഫിനെക്കാളും പരിഗണിക്കുന്ന വാഴക്കനെയാണ്. അപ്പം ഇത് വേറൊരു പാക്കേജാണ്. സത്യത്തിൽ ആൻഡോ ഞങ്ങളുടെ എം പി ആണ്, എനിക്ക് നല്ല ബന്ധമാണ്. KPCC പ്രസിഡന്റ് ആകാനുള്ള സ്റ്റേച്ചർ ആൻഡോയെ കിട്ടുന്ന ആൻഡോയെങ്കിലും വിശ്വസിക്കുന്ന ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരിക്കണം. ഏറ്റവും ബെസ്റ്റ് ആൾ സുധാകരനാണ്. സുധാകരന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കുക, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. നല്ല ഭാരവാഹികളും കൂടെ കൊടുക്കുക, സഹഭാരവാഹികളായി. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം ആളെ കൊടുക്കാതെ കൃത്യമായ നല്ല ആളും. ഇപ്പം M ലിജു നല്ല നേതാവാണ്, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. ആ ലിജു വന്നതാണ് ഇപ്പോൾ വലിയ ഗുണം. ലിജു, ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും യോഗ്യതയുള്ള നേതാക്കന്മാരുള്ളതാണ് ലിജു. ആ ലിജുവിനെ പോലെ കുറെ പേരുണ്ട്. ഷാഫി ഭയങ്കര മിടുക്കനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് പേരുണ്ട്, ഒരു നീണ്ട നിരയുണ്ട് ചെറുപ്പക്കാർ. അവർക്കൊക്കെ കൂടുതൽ റോള് കൊടുക്കുക. ഇവരെയൊക്കെ KPCC ജനറൽ സെക്രട്ടറിമാരാക്കി. ഇവർ KPCC പ്രസിഡന്റ് ആക്കുന്നതിനാ ഒരു കാര്യം ചെയ്യും, ഈ പിള്ളേരെല്ലാം ജനറൽ സെക്രട്ടറിമാരാക്കട്ടെ, ആക്കിയിട്ട് ഓരോ ചുമതല കൊടുക്കുക. നിങ്ങൾ എല്ലാ കാര്യം നോക്കുക, ഓരോരുത്തർക്ക് ഓരോ ജോലി ഏൽപ്പിക്കുക, അത് മോണിറ്റർ ചെയ്യുക. സുധാരണ പോലുള്ള ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ച് അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനും പറ്റും. ഈ ജയന്ത് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇയാൾ പറയുന്ന മോശക്കാരൻ ബഹുമിടുക്കനാണ്. ഇവരൊക്കെ സീനിയേഴ്സാണ്, പ്രവർത്തിച്ച് താഴെത്തട്ടിന്ന് പ്രവർത്തിച്ച് വന്നവരാണ്. ഇവർ പലരും ഈ പറയുന്ന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് മോശം പറയുന്നതാണ്. അപ്പൊ ഇവർക്കൊക്കെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത് സുധാകരൻ തന്നെ നേതൃത്വം കൊടുത്തു പോയാൽ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത്, എനിക്ക് സതീശൻ മിടുക്കനാണ്, സതീശനെ മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയൊക്കെയുണ്ടെന്ന് പറയുമ്പോഴും ഈ പിള്ളേരുടെ പേര് ചർച്ചയാക്കുന്നത് ഒരു പക്ഷേ സതീശനാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ സതീശിൻ്റെ കൺട്രോൾ ഇരിക്കാൻ വേണ്ടിയാണെന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, പിന്നെ വേറെ കാര്യമുണ്ട്. ഇനി പോട്ടെ, ഇനി സുധാകരൻ ആരോഗ്യ പ്രശ്നമെന്ന് കരുതിക്കൊള്ളൂ. രമേശ് ചെന്നിത്തല ഇരിപ്പില്ലേ, മുരളീധരൻ ഇരിപ്പില്ലേ, ഇവർ രണ്ടുപേരും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ചു. രണ്ടുപേരും ഒരിക്കൽ KPCC പ്രസിഡന്റ് ആയാലും പിന്നെ അവർ നിയമമൊന്നുമില്ലല്ലോ. ഒരിക്കലും പിന്നീട് KPCC പ്രസിഡന്റ് ആയില്ലേ. അപ്പം ഈ ചെന്നിത്തലയ്ക്ക് എന്നാ കുഴപ്പം? ഇന്നും ഒരു കറക്റ്റ് വിഷയം ജനങ്ങളുടെ മുമ്പിൽ, ഇന്നെന്തൊരു കാർബറാണ്ടം അതിന്റെ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം അത് രാവിലെ 10 സമയത്ത് നമ്മൾ പറയും പ്രതിപക്ഷാനേക്കാളും മുമ്പേ രാവിലെ തുടങ്ങിയാണല്ലോ. ചെന്നിത്തല KPCC പ്രസിഡന്റ് ആക്കണം, അല്ലെ മുരളീധരനെ ആക്കണം. മുരളീധരൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, ഞാനില്ലെങ്കിൽ കോൺഗ്രസിലാന്ന് തോന്നലുണ്ട്. പക്ഷെ ചെന്നിത്തല അങ്ങനല്ല. അപ്പം
സുധാകരനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഒരു സുധാകരൻ മാറ്റത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? അങ്ങനെ ആലോചിക്കേണ്ട കാര്യം എന്തിന് ലോക്സഭയിൽ സീറ്റ് കൊടുത്ത് അങ്ങനെ ആളാണെങ്കിൽ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പം ഇത് ശരിയല്ല. അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാവുന്നു. ഇതാണ് പറഞ്ഞത്, ഇവർക്ക് ഇപ്പം ഉറപ്പായി. കാരണം പിണറായി വിരുദ്ധ വികാരമായി. ഇപ്പം എന്താ വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, ജനം പിണറായിക്കെതിരായി. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടോ കഴിഞ്ഞ ദിവസം? ഇന്നലെ 17 4 സീറ്റ് 13 17 4 സീറ്റ് കൂടി. വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് 18,000 വോട്ടിന് ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ്. ചിലക്കാർ പോലും ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞല്ലോ, 10,000 കുറച്ചു, ഒറ്റയടി താഴെ കൊണ്ടുവന്നില്ലേ. അപ്പം എന്ന് മാത്രമല്ല ഒരു കാര്യം വ്യക്തമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായും പിണറായി വിട്ടു. ഞാനൊരു ഉദാഹരണം, ഈ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഈരാറ്റുപേട്ട നഗരസഭയിൽ ജയിച്ചത് UDF സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി. രണ്ടാമത് SDP ആണ്. ഇത് LDF സിറ്റിംഗ് സീറ്റായിരുന്നു. അവർ മൂന്നാം സ്ഥാനം. അപ്പോൾ SDP മൂന്നാം സ്ഥാനത്തു നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കയറി. അതായത് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും CPM നഷ്ടപ്പെട്ടു. അത് UDF വരും എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം കാരണം ഈ പറഞ്ഞ BJPക്കാർ പോലും ചിലയിടങ്ങളിൽ അവർ തൂക്കുന്ന ഉറപ്പാണെന്ന് UDF ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിവർക്ക് മനസ്സിലായപ്പോൾ തന്നെ ഇവർ അടി തുടങ്ങി. ഇവരുടെ ഇപ്പോഴത്തെ വിഷയം ആരടുത്ത മുഖ്യമന്ത്രി ആവുന്നതാണ്. അതിനുവേണ്ടി അവർ KPCC പ്രസിഡന്റിനെ പോലും വെട്ടി പകരാളെ വെക്കാനുള്ള മനസ്സിലായി. ഇവർ ചിന്തിക്കാത്ത ഒരു കാര്യം കൂടെയുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അടുത്ത വർഷം ആദ്യം. ഈ നമ്മുടെ സാധാരണക്കാരൻ്റെ പ്രവർത്തനം കിട്ടാൻ പോകുന്ന ഒരു സ്ഥാനമാണ് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആവാൻ കഴിയാവുന്നത്. അവർക്ക് എല്ലാവർക്കും MLA MP മന്ത്രി ഒന്നും ആവാൻ പറ്റില്ല. അവരെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇത് അടി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അവരെങ്ങനെ നേരിടും? ഇതാണ് അവസ്ഥയെങ്കിൽ ഈ എപ്പോഴും ഈ കേരളത്തിലെ CPM വിജയിക്കാൻ വേണ്ടി പതിയെ നീക്കിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പാക്കി വെച്ചത് അവരുടെ ബുദ്ധിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ പേര് പറഞ്ഞ് അത് നീട്ടി അവർ ഡിസംബറിലാക്കി. ആ ഡിസംബറിലാക്കിയത് അവർ വളരെ ബുദ്ധിപരമായിട്ട് ഈ ഒരു മാർച്ച് ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ മെയ് ആകുമ്പോൾ നിയമസഭ വരും. ഏപ്രിൽ മെയ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചിട്ട് ഇവർ തമ്മിൽ ഭിന്നതയായിരിക്കും കോൺഗ്രസ്സിൽ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഒട്ടക്കില് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഒരുത്തനെ തോപ്പിച്ച് അത് കൈവിട്ടു പോകും. ഈ കൈവിട്ടു പോകുന്നതിൻ്റെ ആ ഒരു വാശി നിലനിർത്തും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കും. എന്ന് മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുന്നതോടുകൂടി പാർട്ടി LDF വീണ്ടും കോൺഫിഡൻസ് തിരിച്ചു കിട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്നതാണല്ലോ. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ജനങ്ങളുടെ വിചാരം ഇവർ തോറ്റു പോകുന്നതാണ്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ജനം കരുതും, ഇവർക്കൊപ്പമാണല്ലോ ജനങ്ങൾ നമ്മളൊന്ന് വോട്ട് ചെയ്തേക്കാം. മറ്റൊരു കയ്യിൽ കൊണ്ടാണെന്ന് ആൾ ചിന്തിക്കില്ലല്ലേ. ഇപ്പം ചേലക്കര എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എപ്പോഴും കോൺഗ്രസ് ജയിക്കുമായിരുന്നു. ഒരു അസംബ്ലി മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ 96 ജയിക്കാൻ കഴിഞ്ഞ് വന്ന് 96 ജയിക്കാൻ കഴിഞ്ഞത് എന്താണ് സംഭവിച്ചത്? തൊട്ട് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചു. ഇത് തന്നെയാണ് പ്രത്യേകമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇവരെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി KPCC പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും CPM തൂത്തുകാരി കൊണ്ടുപോകും. അപ്പോൾ ജനം ഓർക്കും ഈ ജനവിരുദ്ധ വികാരമൊക്കെ മാധ്യമങ്ങൾ, ഇവർ പറയും ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ദേശാഭിമാനം വായിക്കണം. ഈ പൂക്കോട്ട് ക്യാമ്പസിലെ നമ്മുടെ വയനാട്ടിലെ കാർഷിക യൂണിവേഴ്സിറ്റി അവിടെ SFI ജയിച്ചു. അപ്പം ദേശാഭിമാനി വാർത്ത തന്നെ എഴുതിയിരിക്കുന്നത് മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് പോലും അസത്യമാണെന്ന് ജനം വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ഇവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചാൽ ഒന്നാമത്തെ കാര്യം അവർ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തും. ഞാൻ പറഞ്ഞേ അത്ഭുതപ്പെട്ടു പോയത് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ്റെ അനിയനെ അവർ സ്ഥാനാർത്ഥിയാക്കി. അവൻ അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊക്കെയുള്ള അത്യാവശ്യം പരിചയങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അപ്പം അവനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പം ഇത്തരത്തിൽ അവർ ജയിക്കാൻ, അല്ലെങ്കിൽ ഒരു കാലത്തും കേരള കോൺഗ്രസിൻ്റെ ചിരകാലമായി കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്, പലപ്പോഴും കോൺഗ്രസിനാണ്. LDF ജയിക്കത്തേയില്ല. ആകെപ്പാടെ ആ വാർഡിൽ LDF ജയിച്ചിരുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ജനപ്രിയനായ ഒരു അധ്യാപകൻ ജോസഫ് മടക്കക്കുഴി സ്ഥാനാർത്ഥിയായപ്പോഴാണ്. അവിടെ കൊണ്ട് ഇവനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. ആ CPM സംബന്ധിച്ചിടത്തോളം ജയിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ കോൺഗ്രസ് ജയിക്കുന്നവരെ തോപ്പിക്കും. ജയിപ്പിക്കുന്നവരെ മാറ്റും. ഗ്രൂപ്പുകാരാണെന്നുള്ള തോറ്റാലും വേണ്ട, ഈ എന്താണ് ഈ മോചത്താലും വേണ്ട മരമുള താലിയിട്ടാകുന്നല്ലേ, ആ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ഇവർക്കുള്ളത്. വളരെ കൃത്യമായി പറയാം ഒരൊറ്റ കാര്യം, നിങ്ങളിപ്പം ഈ കാട്ടിക്കൂട്ടിരുന്ന വൃത്തികേടുകൾ, ഈ ഗ്രൂപ്പ് വൈര്യം, ഈ ചക്കളാത്തിപ്പോര്, അത് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശ നൽകുകയാണ്. പഞ്ചായത്ത് ഇലക്ഷന് ജയിക്കാൻ സാധ്യത എത്രയോ പേർ തോൽവി. ഈ പഞ്ചായത്ത് ഇപ്പം പഴയ പോലെയല്ല, പഞ്ചായത്ത് മെമ്പർക്ക് ഇപ്പം അത്യാവശ്യം നല്ല അലവൻസൊക്കെ ഉണ്ട്. പണ്ടതിനേക്കാൾ അലവൻസ് ഉണ്ട്. മാത്രമല്ല
അത്യാവശ്യം അന്തസ്സുള്ള ജോലിയാണ്. ആണ്. ആയിരക്കണക്കിന് 1000-ഓളം പഞ്ചായത്തുകളുണ്ട്. എത്ര പേർക്ക് എത്ര പേർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന സാധനമെങ്കിൽ നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി ഇല്ലാതാക്കരുത്. ഈ പിണറായിയുടെ ഈ ദുർഭരണം അവസാനിക്കണമെന്ന് സകല മനുഷ്യരും ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ കടിപിടി കൂടി ദയവായി ഈ നാടിനെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കോൺഗ്രസിന് രണ്ടാം നിര നേതൃനിര വളരെ ശക്തമായിട്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. CPM-ൽ ഈ രണ്ടാം നിരക്കാരെ ഏൽപ്പിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഏറ്റവർക്ക് മാനക്കേടുണ്ടായി. അതെ. അവരെയും കൂടെ കണക്കിലെടുക്കണം. എന്തായാലും ദയവായി ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങളിങ്ങനെ ചതി കാട്ടരുത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുവരണം. നിങ്ങൾ തമ്മിൽ തല്ലി നശിപ്പിക്കരുത്. KPCC പ്രസിഡന്റ് തൽക്കാലം അങ്ങനെ തുടരട്ടെ. ഇനി അഥവാ നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ ജാതിയും മതവും നല്ല നോക്കേണ്ടത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഈഴവരോ നായന്മാരോ മുസ്ലിംസോ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ജാതിയും മതവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരല്ല. നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. സീനിയോറിറ്റിയുള്ള ജനപിന്തുണയുള്ള ആളുകൾ KPCC പ്രസിഡന്റ് ആവട്ടെ. സുധാകരൻ തന്നെ തൽക്കാലം തുടരട്ടെ. സുധാകരൻ ഒരു കുഴപ്പമില്ല. സുധാകരൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. സുധാകരൻ വേറെ സംഭവിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോകുന്നുണ്ട്. അതെ, പാർലമെന്റിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഈ തമ്മിൽ തല്ലിച്ച് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി.